പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യാക്കോബ് ലേഖനം 3:13 നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആർ? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. സൗമ്യത ഒരു വിശിഷ്ട ഗുണമാണ്. ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കഴിവ്, അതാണ് സൗമ്യത എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാണുന്നതിനെല്ലാം അഭിപ്രായം പറയുകയും കേൾക്കുന്നതിനെല്ലാം മറുപടി പറയുകയും ചെയ്യരുത്. കേൾപ്പാൻ വേഗതയും പറവാൻ താമസവുമുള്ളവരായിരിക്കണം എന്ന് ദൈവവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു. യാക്കോബ് 1:19. കാര്യങ്ങൾ മനസ്സിലാക്കി സംഗ്രഹിക്കുകയും യുക്തമായ തീരുമാനങ്ങൾ എടുക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് സൗമ്യതയുള്ളവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സൗമ്യത ജ്ഞാനലക്ഷണമാണ്. സൗമ്യതയുള്ളവർ ജ്ഞാനികളും വിവേകികളും ആയിരിക്കുമെന്നും തിരുവചനം പറയുന്നു. അവർക്ക് ഒരു നല്ല നടപ്പുണ്ട്. അതെന്താണ് നല്ല നടപ്പ്? അത് വിശുദ്ധ ജീവിതത്തെ വെളിപ്പെടുത്തുന്ന നടപ്പാണ്. മറ്റുള്ളവർ അനുകരിക്കത്തക്ക പ്രവൃത്തികൾ അവർക്കുണ്ടായിരിക്കും. സൗമ്യതയുള്ളവർ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ലഭിച്ചവരാണ്. ഹൃദയത്തിൽ ഈർച്ചയും ശാഠ്യവും ഇരിക്കെ സൗമ്യത കപടമായി അഭിനയിച്ചാൽ അത് പ്രാകൃതവും പൈശാചികവുമായി തീരും. അത് സത്യത്തിന് വിരോധമായ പ്രവൃത്തികളാണ് എന്നും നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനലക്ഷണമായ സൗമ്യതയുള്ളവർക്ക് നിർമ്മലതയും സമാധാനവും അനുസരണവും ശാന്തിയും കരുണയും സൽഫലങ്ങളും ഉണ്ടായിരിക്കുകയും പക്ഷപാതവും കാപട്യവും ഇല്ലാതിരിക്കുകയും ചെയ്യുമെന്നും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മല നടപ്പ്, ആ ഭാര്യമാരോടുള്ള ബന്ധത്തിൽ ഇപ്രകാരം തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നതായി നാം വായിക്കുന്നു. ദൈവം സഭയെയും ക്രിസ്തുവിൻ്റെ മണവാട്ടിയെയും ക്രിസ്തുവിനെയും ഉദ്ദേശിച്ചത്രേ പറഞ്ഞിരിക്കുന്നതെന്നും പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അവിടെ രേഖപ്പെടുത്തിയിരിക്കും. ഭയത്തോടുകൂടി നിങ്ങളുടെ നിർമ്മല നടപ്പ്, സൗമ്യതയും സാവധാനവുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണം ദൈവസന്നിധിയിൽ അത് വിലയേറിയതാകുന്നു. സൗമ്യത ദൈവസന്നിധിയിൽ വിലയേറിയ ഒരു സ്വഭാവത്തിൻ്റെ ലക്ഷണമാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. എങ്കിൽ ഈ ദിവസങ്ങളിൽ സൗമ്യതയുള്ളവരായി, സൗമ്യതയുടെ ആത്മാവിനാൽ എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ എന്നും തിരുവചനം പഠിപ്പിക്കുന്ന വേദഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ സൗമ്യത മറ്റുള്ളവർ അറിയണം. സൗമ്യതയുള്ളവരെ ദൈവം ന്യായത്തിൽ നടത്തുന്നു എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. എങ്കിൽ ആ സൗമ്യതയോടെ നമുക്ക് ജീവിക്കാം. ആ നല്ല ലക്ഷണത്തിൽ ദിനംതോറും ജീവിക്കാം. കർത്താവ് എല്ലാവരെയും